ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. തൊട്ടുപിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ്. ബസ്സിൽ ലൈംഗിക അതിക്രമ നടത്തിയെന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ഷിംജിത ഉയർത്തിയത്. അതിന് തൊട്ടുപിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടുപിന്നാലെയാണ് ഷിംജിതയ്ക്കെതിരെ കേസെടുത്തതും ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, ഇത് എവിടെ നിന്നാണ് ഷിംജിത പിടിയിലായിരിക്കുന്ന വിവരങ്ങൾ? സമീർ. ഉന്മേഷ്, വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരിക. ഇവിടെ എത്തിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്കും നീങ്ങുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ നടപടിയിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ദൃശ്യങ്ങളാണ്. അതായത് ദീപകിന്റെ ദൃശ്യങ്ങൾ ഇവർ ഫോണിൽ ചിത്രീകരിച്ചു. ആ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ആ ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നവമാധ്യമങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഷിംജിത അത് നീക്കം ചെയ്തിരുന്നു. അതേ തുടർന്ന് പിന്നീട് അത് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, അതിൽ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് പിന്നീട് പ്രചരിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ അത് കണ്ടെടുക്കുക എന്നുള്ളത് ഏറ്റവും സമഗ്രമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഫോൺ കണ്ടെത്താൻ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകും. അതുൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.